ശരിക്കും ഇന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലാത്ത ഒരു ഭാഗം, അല്ലെങ്കിൽ ഇന്ന് വരെ ഞാൻ സമയമെടുത്ത് അങ്ങനെ ഒത്തിരി പ്രിപ്പയർ ചെയ്യാത്ത, ധ്യാനിക്കാത്ത ഒരു ഭാഗം വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് റിവീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ വചനത്തിനകത്തൂടെ ഈ ദേശത്തോടും സഭകളോടും പരിശുദ്ധാത്മാവിന് എന്തോ ആഴമേറിയ കാര്യങ്ങൾ ഇടപെടാനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും ആ വചനഭാഗം വെച്ചു തന്നെ പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ആ വേദഭാഗം മാത്രം ഒന്ന് വായിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി, അതിൻ്റെ തൈയായി, നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിയുടെ തൈയായി തീർന്നത് എങ്ങനെ? എനിക്ക് മനസ്സിലായി, ദൈവം തമ്പുരാൻ വളരെ പ്രതീക്ഷയോടെ ചില മുന്തിരികളെ നട്ടു. പക്ഷേ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ആ മുന്തിരികൾ വളർന്നു. ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായത്, ദേശത്തോടുള്ള ബന്ധത്തിൽ ഒരു മടങ്ങിവരവിൻ്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. ഈ മടങ്ങിവരവിൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു സന്ദേശമല്ല, അത് മാനസാന്തരത്തിനായുള്ള ഒരു ആഹ്വാനമാണ്. എന്താണ് മാനസാന്തരം? വിശുദ്ധ തിരുവെഴുത്തുകളിൽ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നതാണ് മാനസാന്തരം. തിരുവെഴുത്തുകൾ ഉടനീളം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ നിയമഭാഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യതയുള്ള ഒരു പ്രസംഗ വിഷയമാണ് മാനസാന്തരം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ സകലതും സർവവും നമ്മുടെ മാതൃകയും. യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കുക എന്ന് എബ്രായർ 3:1 പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. എബ്രായർ 12 വായിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. യേശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, യേശുവിനെ നിങ്ങൾ നോക്കിയാൽ, യേശുവിൻ്റെ മനസ്സ് നിങ്ങൾ പഠിച്ചാൽ, കർത്താവ് ആഗ്രഹിക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ മടങ്ങിവരവാണ്, തൻ്റെ ജനത്തിൻ്റെ മനസാന്തരമാണ്. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നത്, അല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 5-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ യേശു കർത്താവ് വീണ്ടും ആവർത്തിക്കുകയാണ്, അല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു കർത്താവിൻ്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? യേശു കർത്താവ് പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ കാലം തികഞ്ഞു, ദൈവത്തിൻ്റെ രാജ്യം സമീപിച്ചു, മാനസാന്തരപ്പെടണം, തൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്നുള്ളതായിരുന്നു യേശു കർത്താവിൻ്റെ പ്രസംഗ വിഷയം. യേശു കർത്താവിന് വഴിയൊരുക്കുവാൻ
ദൈവത്താൽ നിയോഗിതനായി ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായ ആരുമില്ല എന്നുള്ള സത്യം യേശു കർത്താവ് ഈ ഭൂമിയിൽ വിളംബരം ചെയ്തു. നമുക്കറിയാം, ഒരു വലിയ കാലഘട്ടത്തെക്കുറിച്ച്, വരുവാൻ പോകുന്ന വലിയൊരു കാലഘട്ടത്തെക്കുറിച്ച് പ്രവചിച്ച മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. ഞാൻ പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്, വരാനുള്ളതായ വലിയൊരു സീസണെ പ്രവചിച്ച് തുറന്ന മനുഷ്യനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ യോർദാന്റെ നദിയിൽ നിന്നുകൊണ്ട് വരുവാൻ പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് വിളംബരം ചെയ്തു. അതിങ്ങനെയാണ്: ഇതാ വരുന്നു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഞാൻ നിങ്ങളെ യോർദാന്റെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ എന്നിലും ബലവാനായവൻ എൻ്റെ പിന്നാലെ വരികയാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ഈ ജലത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവൻ്റെ പക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ വരുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഒരു യുഗത്തെക്കുറിച്ച്, വരുവാനുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രവചിക്കുക മാത്രമല്ല, പ്രവചിച്ച പ്രവാചകൻ ആ സീസണെ യേശുവിനെ സ്നാനപ്പെടുത്തിക്കൊണ്ട് അവിടെ തുറക്കുകയാണ്. സ്നാപക യോഹന്നാൻ തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ താൻ പ്രസംഗിച്ചത് മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലത്ത് സ്നാപക യോഹന്നാൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു എന്നെഴുതിയിരിക്കുന്നു. എന്താണ് താൻ പ്രസംഗിച്ചത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന ഒരു കാലഘട്ടത്തെ പ്രവചിച്ചു തുറന്ന സ്നാപക യോഹന്നാന്റെ പ്രസംഗ വിഷയം മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു. സ്നാപക യോഹന്നാൻ വഴി തുറന്ന് സ്നാനപ്പെടുത്തിയ യേശു കർത്താവിൻ്റെ ദൈവപുത്രൻ്റെ പ്രസംഗ വിഷയം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു. യേശു കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലെ ദൈവം അവരെ തൻ്റെ കൂടെ കൊണ്ടു നടന്ന് അവരെ തൻ്റെ കൃപയിൽ നയിച്ചു. ഈ 12 അപ്പോസ്തലന്മാർ, അതിൽ ഒരു മനുഷ്യൻ യൂദ മാത്രമേ ഉള്ളൂ സാത്താൻ പ്രവേശിച്ചതും പിന്മാറിപ്പോയതും തകർന്നതും. യൂദായെ പോലെ തെറ്റ് ചെയ്ത ആളാണ് പത്രോസും. പക്ഷേ പത്രോസ് അനുദപിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ കരുണയാൽ അവൻ മടങ്ങി വന്നു. എന്നാൽ അപ്പോസ്തലന്മാരിൽ ഒന്നാമനായ പത്രോസ്, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ യേശു അങ്ങനെ പറഞ്ഞിരുന്നു, ഒന്നാമനായ പത്രോസ് വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ആദിമ സഭയുടെ ഇനാഗുറേഷൻ, ജെറുസലേം ചർച്ചിന്റെ ഇനാഗുറേഷൻ, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1-ാം വാക്യം, പരിശുദ്ധാത്മാവ് കൊടിയ കാറ്റാൽ, പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളാൽ അവരുടെ മേൽ പ്രത്യക്ഷമായി. ശരിക്കും പറഞ്ഞാൽ അത് ആദിമ സഭയുടെ ഇനാഗുറേഷൻ ആയിരുന്നു. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് അവർ ശക്തിയോടെ ദൈവരാജ്യം പ്രസംഗിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്നത്. നമുക്കറിയാം, സമയപരിമിതികൾ കൊണ്ട് വേഗം പറയുന്നു, പത്രോസ് അപ്പോസ്തലനാണ് ആദ്യത്തെ പ്രസംഗം നടത്തുന്നത്. ആദ്യത്തെ പ്രസംഗം യേശു കർത്താവ് പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞായിരുന്നു, ഒന്നാമൻ പത്രോസ്. ആത്മതലത്തിലെ പ്രോട്ടോക്കോളിൽ, ആത്മതലത്തിലെ നിലവാരത്തിൽ, ക്രിസ്ത്യൻ പ്രോട്ടോക്കോളിൽ ഒന്നാമനെന്ന് യേശു പറഞ്ഞത് പത്രോസിനെ നോക്കിയാണ്. അതുകൊണ്ട് പുതിയ നിയമസഭയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകളും ഒന്നാമത് ചെയ്തതും പത്രോസാണ്. പുതിയ നിയമസഭയിലെ ആദ്യത്തെ പ്രസംഗകൻ പത്രോസാണ്. പുതിയ നിയമസഭയിലെ ആദ്യത്തെ സ്നാനം നടത്തിയത് പത്രോസാണ്. പുതിയ നിയമസഭയിലെ ആദ്യത്തെ രോഗശാന്തി ശുശ്രൂഷ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ ഇനാഗുറേറ്റ് ചെയ്തത് പത്രോസാണ്. പുതിയ നിയമസഭയിൽ ആദ്യം മരിച്ച ആളെ ഉയർപ്പിച്ചത് പത്രോസാണ്. അങ്ങനെ സകല മേഖലകളിലും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടിയെങ്കിലും ആദ്യം കല്ലറയിൽ കടന്നത് പത്രോസാണ്. അങ്ങനെ ഒന്നാമൻ പത്രോസ് എന്ന് യേശു പറഞ്ഞ വാക്ക് എങ്ങും തെറ്റിയതേയില്ല. അവൻ എല്ലായിടത്തും ഒന്നാമനായിരുന്നു. ഇന്ന് രാത്രി ഞാനൊരു സാധാരണമായ ഒരു വാക്ക് പറയുമ്പോൾ അത്
അസാധാരണമായൊരു പ്രവൃത്തി നിങ്ങളിൽ കൊണ്ടുവരണം. നിങ്ങളെ നോക്കി ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആര് എന്നുള്ളതല്ല വിഷയം, നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൂത് എന്താണെന്നുള്ളതാണ് വിഷയം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ അത് ജീവനുള്ള വാഗ്ദത്തങ്ങളാണ്. നിങ്ങളുടെ മേൽ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ അത് ശക്തിയുള്ള വാഗ്ദത്തങ്ങളാണ്. സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിലും, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലങ്ങളാണെങ്കിലും, ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറഞ്ഞ ആലോചനകൾ, പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂതുകൾ അക്ഷരം പ്രതി ചെയ്തെടുക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ സ്നാപക യോഹന്നാന്റെ പ്രസംഗ വിഷയം മനസാന്തരം. യേശു കർത്താവിന്റെ പ്രസംഗ വിഷയം മനസാന്തരം. പത്രോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ പ്രസംഗം, നിങ്ങൾ മനസാന്തരപ്പെട്ട് ഓരോരുത്തൻ താൻ്റെ പാപവിമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പഴയ നിയമത്തിന്റെ ഒടുവിലത്തെ അധ്യായമായ അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ട ശക്കറിയ പുരോഹിതന്റെ ഏകസന്തതിയായ സ്വർഗത്തിലെ ദൈവം ഡയറക്റ്റ് പേരിട്ട് വിളിച്ച സ്നാപക യോഹന്നാന്റെ പ്രസംഗ വിഷയം മാനസാന്തരമായിരുന്നെങ്കിൽ, അഖിലാണ്ടത്തെ മുഴുവൻ ചമച്ച, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, സപ്തസാഗരങ്ങളെ സൃഷ്ടിച്ച, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം മാനസാന്തരമായിരുന്നെങ്കിൽ, താൻ തിരഞ്ഞെടുത്ത തൻ്റെ അപ്പോസ്തലന്മാരുടെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരെഴുന്നേറ്റ് നിന്ന് ആദ്യം പ്രസംഗിച്ച വിഷയം മാനസാന്തരമായിരുന്നെങ്കിൽ, ഈ വിഷയത്തിന് മറ്റുള്ള എല്ലാ വിഷയങ്ങളെക്കാളും അധികം പ്രാധാന്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവർ കർത്താവിന് നന്ദി പറയുക. ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഒരു വാക്ക് ആത്മതലത്തിൽ റിലീസ് ചെയ്യുന്നു. ഈ സുവിശേഷ യോഗം ഇവിടെ നടക്കുമ്പോൾ ഈ പട്ടണത്തിൽ ഇനിയും 10,000 മാനസാന്തരപ്പെടുവാനുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ പലരും മടങ്ങി വരാനുണ്ട്. ദേശത്തിൽ പലരും വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ കാണാനുണ്ട്, അനുഭവിക്കാനുണ്ട്. ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവുണ്ടാകും. ആമീൻ. എവിടേക്കോ പുറകിലേക്ക് പോയ എന്നെ എൻ്റെ ദൈവം തിരിച്ചു കൊണ്ടുവരും. വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ഒരു വലിയ മടങ്ങി വരവ്, പ്രാർത്ഥനയിലേക്കുള്ള മടങ്ങി വരവ്, ആരാധനയിലേക്കുള്ള മടങ്ങി വരവ്, വിശുദ്ധിയിലേക്കുള്ള മടങ്ങി വരവ്, ദൈവകൃപയിലേക്കുള്ള മടങ്ങി വരവ്, ആമേൻ, വിശ്വസ്തതയിലേക്കുള്ള മടങ്ങി വരവ് ഇതിനകത്ത് സംഭവിക്കുവാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നു, ദൈവം അത് ആഗ്രഹിക്കുന്നു, ദൈവം അത് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ നിന്നെ ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി നട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഒരു വിശേഷ മുന്തിരിവള്ളിയായി നട്ടിരിക്കുന്നു. നിന്നെ ഒരു വിശ്വസ്ത മുന്തിരിവള്ളിയായി, ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി ഞാൻ നിന്നെ നട്ടിട്ട് നീ എങ്ങനെ കാട്ടുമുന്തിരിയായി നിന്ന് ദൈവം ചോദിക്കുമ്പോൾ, ഇല്ല കർത്താവേ, ഞാൻ കാട്ടുമുന്തിരിയായിരിക്കാനല്ല, ഞാൻ കയ്പുള്ള മുന്തിരിയായിരിക്കാനല്ല, മധുരമുള്ള ഫലം കായ്ക്കുന്ന, ദൈവഹിത പ്രകാരം ജീവിക്കുന്ന, ദൈവിക സ്വപ്നങ്ങൾക്കൊത്ത് കയറി വരുന്ന ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായിരിക്കാൻ ഇന്ന് രാത്രിയിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ കൈകൾ അടിച്ചെന്ന് രാത്രിയിൽ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വിശുദ്ധ ബൈബിളിൽ ശിഷ്യന്മാർക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുത്തപ്പോൾ നമുക്കറിയാം, മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. യോഹന്നാൻ ഇത് പ്രസംഗിച്ചു, യേശു ഇത് പ്രസംഗിച്ചു. അപ്പോസ്തലന്മാർ പുറപ്പെട്ട് പ്രസംഗിക്കുക മാത്രമല്ല, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു.
ഹല്ലേലൂയ. ഒരു സ്ഥലത്ത്, ഒരു കുടുംബത്തിൽ, ഒരു വ്യക്തിയിൽ ഒരു മാനസാന്തരമുണ്ടായാൽ, ഒരു മടങ്ങിവരവുണ്ടായാൽ, ഞാൻ വിശ്വസിക്കുന്നു ഭൂതങ്ങൾ പുറത്താകും. ഭൂതങ്ങൾ പുറത്താകും. ഭൂതങ്ങൾ പുറത്താകും. നിന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയ, നിന്നെ കൈയടിപ്പിക്കാതിരിക്കുന്ന, നിന്നെ വായെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, നിന്നെ വചനം ധ്യാനിപ്പിക്കാതിരിക്കുന്ന, നിന്നെ പ്രാർത്ഥനയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്ന, നിന്നെ ദൈവകൃപയിൽ നിന്ന് പുറകിലേക്ക് വലിച്ചടയ്ക്കുന്ന എല്ലാ ദുർഭൂത ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒടഞ്ഞു പോകട്ടെ. 7 സഭകൾക്ക് ദൂതൻ എഴുതുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയോടും മറന്നുപോകാതെ ഒരു വാക്ക് ദൈവം പറഞ്ഞു. അത് എഫെസോസിലുള്ള സഭയോടും പറഞ്ഞു, പെർഗമോസിലെ സഭയോടും പറഞ്ഞു, തുയഥേരയിലെ സഭയോടും പറഞ്ഞു, സർദീസിലെ സഭയോടും പറഞ്ഞു, ലവദോക്കിയയിലെ സഭയോടും പറഞ്ഞു. അങ്ങനെ എല്ലാ സഭയോടും ഈ ദൂത് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യം വായിക്കുമ്പോൾ എഫെസോസിലുള്ള സഭയോട് ദൂതൻ പറയുകയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാൻ ഉണ്ട്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. എന്നെ കുറിച്ച് പറയാനുണ്ടോ? ഒന്ന് കൈ നെഞ്ചിലോട്ട് വെച്ച്, ഇത് എന്നെ കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ 5-ാമത്തെ വാക്യം കേട്ടോ. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നല്ലയോ? സുവിശേഷം ആദ്യം കേട്ടു, കർത്താവിലേക്ക് വന്നു, ആദ്യം ആരാധനയ്ക്ക് പോയ ദിവസം, ആ ദിവസം കാത്തുനിന്ന് കണ്ടു പ്രാർത്ഥിച്ച ദിവസം, അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് തൊട്ട ദിവസം, അയ്യോ പാരമ്പര്യമൊക്കെ വിട്ട്, എല്ലാം വിട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദിവസം, രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും, പകലിരുന്ന് പ്രാർത്ഥിക്കും, ബൈബിൾ എല്ലായിടവും കൊണ്ടുപോകും, എവിടെ ചെന്നാലും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയും, എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തോന്നും. ആരെയോടെങ്കിലും എന്തെങ്കിലും ഒരു ഇച്ചര ദേഷ്യപ്പെട്ടാൽ ഹൃദയത്തിൽ അങ്ങനെ വല്ലാത്ത ഭാരം വരും. അരുതാത്തതെങ്ങാണ് എന്തെങ്കിലും ഇച്ചര കണ്ടുപോയാൽ, നോക്കിപ്പോയാൽ കുറ്റബോധം കൊണ്ട് നിറഞ്ഞ് പെട്ടെന്ന് ഫാസ്റ്റിംഗ് എടുക്കും. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നോ? 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 ഇപ്പൊ അങ്ങനാണോ? അതുകൊണ്ട് ബൈബിൾ നിങ്ങളോട് പറയുന്നു, നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അത് ചെയ്യണം. ഇതൊരു പ്രവചനമായിട്ട് എഴുതിക്കോ. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയും ചെയ്യും. ശൗലിന്റെ മടങ്ങി വരവ്, ശൗലിന്റെ മാനസാന്തരം ദൈവം കുറെ നാൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു കാരണവശാലും ഇവൻ മാനസാന്തരപ്പെടുകയില്ല, ഇവൻ മടങ്ങി വരികയില്ല. ദൈവം തീരുമാനിച്ചു അവൻ അവിടെ നിൽക്കട്ടെ, അവനെ അവന്റെ നിലയിൽ നിന്ന് നീക്കിയിട്ട് ഞാനൊരു ദാവീദിനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പ്രിയപ്പെട്ടവരെ, നിന്നെ നിന്റെ നിലയിൽ നിന്ന്, നിന്റെ പൊസിഷനിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് വേറൊരുത്തനെ അവിടെ കൊണ്ട് വെക്കാതിരിക്കാൻ, നീ മാനസാന്തരപ്പെടുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുകയാണ്. പ്രാർത്ഥനയിൽ മടങ്ങി വരുവാൻ, ദൈവകൃപയിൽ മടങ്ങി വരുവാൻ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെടാതിരിക്കുവാൻ ഇന്ന് രാത്രിയിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്ന് എൻ്റെ വീട്ടിൽ ഞാൻ മാനസാന്തരപ്പെട്ടോ, എൻ്റെ അമ്മ മാനസാന്തരപ്പെട്ടോ, എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു, ദേശം അനുഗ്രഹിക്കപ്പെട്ടു. ചേർന്നൊരു ആമീൻ പറയാം. അപ്പോൾ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു കുറവ് പറയാനുണ്ട്, നിന്നെ കുറിച്ച് പറയാനുണ്ട്.
ആ കൈ ഒന്ന് നെഞ്ചിലോട്ട് ചേർത്ത് വെച്ചേ. കർത്താവിനോടൊന്ന് പറഞ്ഞേ, ഇന്ന് രാത്രിയിൽ അപ്പാ ഞാൻ അങ്ങിലേക്ക് മടങ്ങി വരികയാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് ആ ആത്മീക സന്തോഷം തിരിച്ചു തരണമേ. ഞങ്ങൾക്ക് ആത്മീക സന്തോഷം, നിന്റെ രക്ഷയുടെ സന്തോഷം എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് മാറ്റരുതേ എന്ന് അഭിഷിക്തൻ നിലവിളിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? ആ രക്ഷയുടെ സന്തോഷം ഇന്ന് രാത്രിയിൽ വ്യാപരിക്കട്ടെ. എവിടേക്കോ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു, എവിടേക്കോ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു, എവിടേക്കോ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു, എവിടേക്കോ പ്രൈഡുകൾ കയറിയിരിക്കുന്നു. അപ്പാ, ഞങ്ങളെ ഒന്ന് ഉടച്ച് പണിയണമേ, ഞങ്ങളെ ഒന്ന് ഉടച്ച് പണിയണമേ, ഞങ്ങളെ ഒന്ന് ഉടച്ച് പണിയണമേ. പെർഗമോസിലെ സഭയോട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പെർഗമോസിലെ സഭയോട് ദൈവം പറയാണ്, അവണ്ണം നിക്കലോവീരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. തുയദേരയിലെ സഭ വെളിപ്പാട് 2:20, 21, 22. എങ്കിലും ഞാൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാനും പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരെ തകർത്തെറിയുവാനും പദ്ധതികൾ ഒരുക്കുന്ന ഇസബേലുമാർ, ആമേൻ ആമേൻ ആമേൻ. ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് നൽകണം, എനിക്കത് നൽകണം. ആമേൻ. നാബോത്ത് പറഞ്ഞു, ഇല്ല, അതെന്റെ പിതാക്കന്മാരുടെ അവകാശമാണ്, അതെന്റെ പിതാക്കന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്, അതെന്റെ ഇൻഹെറിറ്റൻസ് ആണ്, എന്റെ അവകാശമാണ്. നിന്റെ അവകാശത്തെ, പിതാക്കന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന വിശുദ്ധ വചനത്തെ, പിതാക്കന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന അഭിഷേകത്തെ, പിതാക്കന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ദൈവിക ഉപദേശത്തെ മാലിന്യപ്പെടുത്തുവാൻ, തകർത്തെറിയുവാൻ, ഉടച്ചു കളയുവാൻ അവകാശം പറഞ്ഞ് വാദിക്കുന്ന ആഹാബുമാരോട് നീ കോംപ്രമൈസ് ചെയ്യാതിരുന്നാൽ, നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന ചില ഏലിയാവുമാരോട് ഇന്ന് രാത്രിയിൽ ഇടപെടുകയും നിനക്ക് വിരോധമായി എഴുന്നേറ്റ ശക്തികളെ ഇന്ന് രാത്രിയിൽ ആത്മതലത്തിൽ ദൈവം കൈകാര്യം ചെയ്യുമെന്ന് ആത്മാവ് ഇന്ന് രാത്രിയിൽ പ്രവചിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഉൾമുറികളിൽ ഇരുന്ന ഏലിയാവ് നാബോത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് അവനെ പട്ടണവാതിക്കൽ കൊണ്ടുചെന്ന് രഹസ്യമായി ആസൂത്രപരമായി അവനെ പട്ടണവാതിക്കൽ കൊണ്ടുചെന്ന് പറയാത്തൊരു കാര്യം പറഞ്ഞെന്നും അറിയാത്തൊരു കാര്യം അറിഞ്ഞെന്നും പറഞ്ഞ് വാക്കിൽ കുടുക്കി പട്ടണവാതിക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് ഇസബേലിന്റെ നേതൃത്വത്തിൽ നാബോത്തിനെ കൊന്നുകളയുമ്പോൾ ഈ വാർത്ത പ്രാർത്ഥനാമുറിയിൽ തിരിച്ചറിഞ്ഞ ഏലിയാവ് പ്രാർത്ഥനാമുറിയിൽ നിന്ന് കൃത്യമായി ഇസബേലിന്റെയും ആഹാബിന്റെയും അരികിലെത്തി. നിങ്ങളൊരു സത്യം തിരിച്ചറിയണം, ഇസബേലുമാരുടെ മുമ്പിൽ നട്ടെല്ലും നിവർത്തി നിൽക്കാൻ ഒരുത്തന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ആർക്കാന്നറിയാമോ? ഞാൻ സേവിച്ച് നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് പറയാൻ തന്റെ ഇടമുള്ള ജീവനുള്ള ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്ന ദൈവവുമായി ബന്ധമുള്ളവർ ഇന്ന് രാത്രിയിൽ ഒരു ശക്തികളുടെ മുൻപിലും നട്ടെല്ല് വളയാതെ ബലത്തോടെ ഇരിക്കും. നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ ഇസബേൽ പദ്ധതികൾ ഒരുക്കുമ്പോൾ അരമനയ്ക്കകത്ത് കയറി വിശുദ്ധിയുള്ള അധികാരമുള്ള ഏലിയ പറഞ്ഞു, അവന്റെ മുന്തിരിത്തോട്ടത്തെ നീ ചീരത്തോട്ടാക്കിയാൽ നിന്റെ തലച്ചോറ് നായ തിന്നും.
ഏലിയാവ് ഇത് വിളംബരം ചെയ്യുമ്പോൾ ഇസബേലിന്റെ ആത്മാക്കൾക്കോ ഇസബേലിന്റെ സംവിധാനത്തിനോ ആമീൻ അശേര പ്രതിഷ്ഠകൾക്കോ ബാലിന്റെ ദേവന്മാർക്കോ ഏലിയാവിനെ തൊടാൻ പറ്റുകയില്ല. കാരണം എന്നറിയാമോ? ജീവിതത്തിന്റെ സകല മേഖലകളിലും വിശ്വസ്തത തെളിയിച്ചവനാണവൻ. ഒരു വിധവയുടെ കൂടെ, ഭർത്താവില്ലാത്ത സ്ത്രീയുടെ കൂടെ അവളുടെ ശരീരത്തിൽ പോലും തൊടാതെ 3.5 വർഷം വിശ്വസ്തത തെളിയിച്ചവൻ. ആമീൻ. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തത തെളിയിച്ചവൻ. ആമീൻ. കെരീത്തിന്റെ തോട്ടിൽ വിശ്വസ്തത തെളിയിച്ചവൻ. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിന്നവർ ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ നീ ഇസബേലിയ ശക്തികളെ നേരിടുന്നതായ ഒരു സീസണിലേക്ക് ആത്മാവ് നിന്നെ കൈപിടിച്ച് കയറ്റുന്നു എന്ന് ഇന്ന് രാത്രിയിൽ പ്രവചിക്കുകയാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ അത് ജഡീകങ്ങൾ അല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഇന്ന് രാത്രി ആത്മതലത്തിൽ നിന്നുകൊണ്ട് നിന്നോട് പോരാടുന്ന ഇസബേലിയ ശക്തികളെ ഒടച്ചു കളയുക. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കാൻ നോക്കുന്ന, ഭാര്യ ഭർത്തൃ ബന്ധത്തെ അകറ്റാൻ നോക്കുന്ന, തെറ്റായ ബന്ധങ്ങളിൽ നിന്നെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടാൻ നോക്കുന്ന, ആവശ്യമില്ലാത്ത വഴികളിലൂടെ നിന്നെ സഞ്ചരിപ്പിക്കാൻ ശ്രമിക്കുന്ന, നിന്നെ കുറ്റബോധം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന, നിന്നെ പാപത്തിലേക്ക് വലിച്ചിടയ്ക്കുന്ന എല്ലാ സ്പിരിറ്റിനെ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. 21-ാം വാക്യത്തിൽ സഭയോട് പറയുന്നു, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. എല്ലാ മനുഷ്യർക്കും, ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ബുദ്ധനും ജൈനനും നിരീശ്വരവാദിക്കും എല്ലാ വ്യക്തികൾക്കും മാനസാന്തരപ്പെടാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എവിടെങ്കിലും ദൈവം ഒരു സമയം കൊടുക്കും. എപ്പോഴെങ്കിലും. അത് മതിലിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യത്തിലൂടെ ആയിരിക്കാം, ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ദൈവദാസന്റെ പ്രഭാഷണത്തിലൂടെ ആയിരിക്കാം, കയ്യിൽ കിട്ടിയ ഒരു നോട്ടീസിലൂടെ ആയിരിക്കാം, ടെലിവിഷൻ ചാനൽ മാറ്റി മാറ്റി വന്നപ്പോൾ നീ കേട്ട ശകലം പ്രസംഗത്തിലൂടെ ആയിരിക്കാം. എപ്പോഴെങ്കിലും നിനക്കിതറിയാൻ, കേൾക്കാൻ, കാണാൻ, മനസാന്തരപ്പെടാൻ ദൈവം ഒരവസരം തന്നിരിക്കും. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യർക്കും എവിടെങ്കിലും ജീസസ് ക്രൈസ്റ്റ് ഹൂ ഈസ് ഹി, അവൻ ആര് എന്നൊന്ന് ചിന്തിക്കാൻ എപ്പോഴെങ്കിലും ഒരു അവസരം കൊടുത്തിരിക്കും. ആ അവസരം തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ദുർനടപ്പ് വിട്ട് മടങ്ങി വരാൻ മനസ്സ് കാണിക്കുന്നവനും അവന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും, ആ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രദർ, സിസ്റ്റർ, പാസ്റ്റർ, ഹൂ യു ആർ, നിങ്ങൾ ആരുമാകട്ടെ, ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സമയം തരും. ആ സമയം ഉപയോഗിക്കണം. പ്രാർത്ഥിക്കണമെന്ന് തോന്നൽ വരും, അപ്പം പ്രാർത്ഥിക്കണം. ഉപവാസം ഇരിക്കണം, ഈ ദിവസങ്ങളൊന്ന് ഫാസ്റ്റിംഗ് ഇരുന്ന് മാറി ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് നിന്റെ മൈൻഡിൽ ഒരു സിഗ്നൽ അടിക്കുമ്പോൾ നീ അത് ചെയ്യണം. പെർഗമോസിലെ സഭയോടും കർത്താവിന് ഇത് തന്നെയാണ് പറയാനുള്ളത്. തുയതൈരയിലെ സഭയോടും കർത്താവിന് ഇത് തന്നെയാണ് പറയാനുള്ളത്. സർദീസിലെ സഭയോട് എന്താ പറഞ്ഞത്? വെളിപ്പാട് 3:2-3 വാക്യങ്ങൾ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നമ്മുടെ ദൗത്യമാണിത്. അവർ ലോർഡ് ഈസ് കമ്മിങ് വെരി സൂൺ. അവർ ജീസസ് ഈസ് കമ്മിങ് വെരി സൂൺ. ഞാനൊരു ദൂത് നിങ്ങളുടെ മേലിടാം. നിങ്ങൾ ഉണർന്നാൽ ഒരു ശേഷിപ്പിനെ ദൈവം നിന്റെ കയ്യിലോട്ട് തരും. നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തിയോടെ എഴുന്നേറ്റാൽ ഒരു ശേഷിപ്പിനെ കർത്താവ്
നിന്നിലേക്ക് തരും. അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത്? ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. ബ്രദറെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? ഈ എഫെസോസിലെ സഭയാണ്, പെർഗമോസിലെ സഭയാണ്, തുയഥൈരയിലെ സഭയോടാണ് ഈ പറയുന്നത്, സർദീസിലെ സഭയോടാണ് പറയുന്നത്. അപ്പൊ ഈ മാനസാന്തരപ്പെട്ടവരല്ലേ സഭയിൽ വന്നിരിക്കുന്നേ? അല്ല, ഇത് സഭയോടല്ലേ പറയുന്നേ? ഈ മാനസാന്തര എന്നുള്ള പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണല്ലോ സ്നാനപ്പെട്ടത്, ഇതിനകത്ത് കയറി വന്നതും. അപ്പൊ മാനസാന്തരപ്പെട്ടവരുടെ, വേർതിരിക്കപ്പെട്ടവരുടെ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. ആ സഭയ്ക്കകത്ത് എല്ലാ സഭയോടും പിന്നെ റിപ്പീറ്റഡ്ലി പറയുകയാണ്, നീ മാനസാന്തരപ്പെടണമെന്ന്. അപ്പൊ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന പലതും മാനസാന്തരപ്പെട്ടിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് യു ടേൺ, മടങ്ങി വരവ് എന്നുള്ളതാണ്. ഇതിൽ കാർ ഓടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ യു ടേൺ എന്താണെന്ന് മനസ്സിലാവും. നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് നമുക്ക് പോകേണ്ട റൂട്ടല്ല. ഈ റൂട്ടിൽ പോയാൽ ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് എത്തത്തില്ല എന്ന ബോധ്യം തന്നെ ഉണ്ടാകുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ പോകേണ്ട റൂട്ടിലേക്ക് തിരിക്കുന്നതാണ് യു ടേൺ. ആ യു ടേൺ എടുത്തവനാണ് മാനസാന്തരപ്പെട്ടവൻ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയും. ഞാൻ എൻ്റെ വണ്ടി ഇപ്പോൾ പോകുന്നത് നരകത്തിലേക്കാണ്, ഞാൻ പോകുന്നത് തകർച്ചയിലേക്കാണ് എന്ന ബോധ്യം ഹൃദയത്തിലുണ്ടായി കർത്താവിലേക്കും തൻ്റെ വചനത്തിലേക്കുമുള്ള തിരിച്ചുവരവ്, മടങ്ങി വരവാണ് മാനസാന്തരം. ഇവിടെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. അറ്റ് എനി ടൈം ഇത് സംഭവിക്കാം. അറ്റ് എനി ടൈം ഇത് സംഭവിക്കാം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായി എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ലവദോക്കിയയിലെ സഭയുടെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. നീ കോവിഡ് കാലത്ത് 2020 പകുതി കഴിഞ്ഞ് 2021, 22 പകുതി വരെ നമ്മൾ എല്ലാ ദിവസവും കേട്ടോണ്ടിരുന്നൊരു വാക്കാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ജാഗ്രതയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. ജാഗ്രതയുള്ളവർ സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. എന്തിനാണെന്നറിയോ? നീ കോവിഡ് വന്ന് തീർന്നു പോകാതിരിക്കാൻ. മനസ്സിലായില്ലേ? എന്തിനാണ് ജാഗ്രത? നീ ജാഗ്രതയുള്ളവനായിരിക്കണമെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയല്ല, നീ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, എന്തുകൊണ്ടാണ് ഈ പ്രതികൂലം, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ പറയാം. ദൈവത്തിന് ഒരുത്തനെ ആവശ്യമുണ്ടെങ്കിൽ, ദൈവത്തിന് ഒരുത്തനോട് ഒരു സ്നേഹമോ ഒരു ദൈവിക പദ്ധതിയോ അവനെ സ്വർഗത്തിൽ എത്തിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ
അവനതിൻ്റെ പണി കിട്ടും. അവന് തന്നെ മനസ്സിലാക്കി കൊടുക്കണ്ട, നീ അത് ചെയ്തോണ്ടാണ് നിനക്കിത് ഉണ്ടായത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളപ്പോൾ മറ്റു ചിലരെ നോക്കുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല. ഇവരെന്തെല്ലാമായി കാണിക്കുന്നേ, ഇവരെങ്ങനെയായി ജീവിക്കുന്നേ, ഇവരിതെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും അവനൊരു കുഴപ്പമില്ലല്ലോ. സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളെ തിരുത്തുന്നെങ്കിൽ, കർത്താവിൻ്റെ വചനം നമ്മളെ കറക്റ്റ് ചെയ്യുന്നെങ്കിൽ, ദൈവദാസന്മാരെ അയച്ച് നമ്മളോട് പറയിക്കുന്നെങ്കിൽ, എഴുതി വെച്ചോ, നിന്നെ സ്വർഗത്തിൽ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒന്ന് കരമടിച്ച് കർത്താവ്, നിന്നെ നിത്യതയിൽ എത്തിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അനുതാപത്തിനായി ഉണ്ടാകുന്നതായ ദുഃഖം മാനസാന്തരം ഉണ്ടാക്കുന്നതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ചില ദുഃഖങ്ങൾ നമ്മളിൽ മാനസാന്തരം ഉണ്ടാക്കും. അടുത്തിരിക്കുന്ന പറഞ്ഞാട്ടെ, ചില ദുഃഖങ്ങൾ നമ്മിൽ മാനസാന്തരം ഉണ്ടാക്കും. ചില ദുഃഖങ്ങൾ നമ്മിൽ മാനസാന്തരം ഉണ്ടാക്കും. ചില മേഖലകളിൽ ഇന്ന് രാത്രിയിൽ എന്നോട് എഗ്രി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനൊരു ദുഃഖം, അങ്ങനൊരു പ്രയാസം, അങ്ങനൊരു വിഷമം എനിക്ക് വന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ പ്രാർത്ഥനയിൽ കയറിയത്. അനുഭവിച്ചവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് കർത്താവിന്, ചില പ്രയാസങ്ങൾ, ചില വെല്ലുവിളികൾ എന്റെ ദൈവത്തിന് എന്നെ മടക്കി വിളിക്കാൻ വേണ്ടിയാണ്. ആമേൻ. മടക്കി വിളിക്കാൻ വേണ്ടിയാണ്. സ്വർഗത്തിലെ ദൈവം നിന്നെ നിത്യതയ്ക്കായി കണ്ടിരിക്കുന്നത് കൊണ്ടാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, അവൻ നിന്നെ കൈവിട്ടിട്ടില്ലാത്തത് കൊണ്ടാണ്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പത്രോസ് പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കത്തില്ല. എന്താണ് കർത്താവ് ഇനി നിവർത്തിക്കാനുള്ള വാഗ്ദത്തം? യേശു കർത്താവിന്റെ ജനന, ജീവിത, മരണ, പുനരുത്ഥാന, മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗങ്ങളിൽ 75% കാര്യങ്ങളും നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നിവർത്തിക്കപ്പെടാനുള്ളത് എന്താണ്? അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ 10-11 വാക്യം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ തന്നെ വീണ്ടും വരും. അപ്പോൾ പത്രോസ് പറയുകയാണ്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ അപ്പോസ്തല പ്രവൃത്തി 1-10-11 വാഗ്ദത്തം നിവർത്തിക്കാൻ ഇനി താമസിക്കുകയില്ല. പിന്നെ എന്താണ് വൈകുന്നത്? ഈ വാക്കാണ് എൻ്റെ ഹൃദയത്തെ തൊടുന്നത്. അടുത്ത വാക്കാണ് എൻ്റെ ദൈവത്തിന്റെ ഹൃദയം ഞാൻ മനസ്സിലാക്കുന്നത്. ആരും നശിച്ചു പോകാതെ, പറഞ്ഞേ, ആരും നശിച്ചു പോകാതെ. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം അതാണ്, ദൈവത്തിന്റെ ഉള്ളം അതാണ്. ആരും നശിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബവും തകരാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തികളും നരകത്തിൽ പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നരകം ദൈവം ഉണ്ടാക്കിയത് മനുഷ്യനെ ഇടാനല്ല, പിശാചിനെയും അവന്റെ ദൂതന്മാരെയും ഇടുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, അവൻ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ മടങ്ങി വരവ് കാത്തിരിക്കുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കില്ല. പിന്നെ വൈകുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞ്, ആരൊക്കെയോ മനസാന്തരപ്പെടാനുണ്ട്. നിന്റെ ഭർത്താവിൻ്റെ മാനസാന്തരം, നിന്റെ ഭാര്യയുടെ മാനസാന്തരം, നിന്റെ കുഞ്ഞുങ്ങളുടെ മാനസാന്തരം, നിന്റെ സഹോദരങ്ങളുടെ മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഭവനത്തിലുള്ള, ഇന്ന് ഞാൻ വീണ്ടും ഒരു പ്രവചനമായി ഞാൻ ഇവിടെ റിലീസ് ചെയ്യുന്നു. ഈ 2026 എന്ന വർഷത്തിൽ ഈ പെട്ടകത്തിൽ കയറാൻ ആരെങ്കിലും നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ദൈവം കയറ്റുന്ന ഒരു വർഷമായിരിക്കട്ടെ. ഈ പെട്ടകത്തിൽ കയറാനുള്ളവർ
കയറുന്ന ഒരു വർഷമായിരിക്കട്ടെ. ശബ്ദം ഉയർത്തി ഇന്ന് രാത്രിയിൽ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഒരു മനുഷ്യന് 100 ആടുകൾ ഉണ്ട് എന്നിരിക്കട്ടെ, അതിൽ 1 കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിറ്റിട്ട് കാണാതെ പോയതിനെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ അതിനെ ചുമലിലെടുത്ത്, കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വരും, സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടും. വീണ്ടും തൊട്ട് താഴെ വായിക്കുന്നു: ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ദ്രഹ്മ നാണയം ഉണ്ട് എന്നിരിക്കട്ടെ, അതിലെ 1 കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിക്കും, വീട് അടിച്ചുവാരും, കണ്ട് കിട്ടും വരെ സൂക്ഷ്മതയോട് അന്വേഷിക്കും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒന്നാമതായി ഞാൻ കാണുന്നത് കാട്ടിൽ കാണാതെ പോയ സ്തോത്രം ആടിനെയാണ്, നഷ്ടപ്പെട്ട ഒന്നിനെയാണ്. രണ്ടാമത് ഞാൻ കാണുന്നത് നഷ്ടപ്പെട്ട ഒന്നാണ്. മൂന്നാമത് ഞാൻ കാണുന്നത് 2 പുത്രന്മാരിൽ നഷ്ടപ്പെട്ട ഒരു പുത്രനെയാണ്. എങ്ങനെ പോയാലും പാസ്റ്റർമാരെ, ദൈവദാസന്മാരെ, സുവിശേഷത്തെ കുറിച്ച് എന്തെങ്കിലും ബോധ്യമുള്ളവരെ, കർത്താവിന്റെ നോട്ടം നഷ്ടപ്പെട്ടതിലേക്കാണ്, കർത്താവിന്റെ നോട്ടം കാണാതെ പോയതിലേക്കാണ്. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ആത്മഭാരം ഉണ്ടാകട്ടെ. ഒന്ന്, ആ ദേശത്തിൽ 100 ആടുണ്ടായിരുന്നു, അതിലെ 1 കാണാതെ പോയി. 99 ആടുകളും ആ ഭവനത്തിൽ ആ ഇടയനോടൊപ്പം നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടതിനെ ഇടയൻ അന്വേഷിക്കുകയാണ്. ഇനി കേട്ടോണം, ഇതൊരു ദൂതായിട്ട് കൂട്ടിക്കോ, പെട്ടെന്ന് പറഞ്ഞു വാ. എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവൻ എവിടെയോ പോയി തൊലയട്ടെന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ യേശുവിന്റെ ഹൃദയം അതല്ല. ആത്മഭാരമുള്ളവന്റെ കയ്യിലേ ദൈവം ആത്മാക്കളെ നൽകുള്ളൂ. നഷ്ടപ്പെട്ട ആത്മാക്കളെ അന്വേഷിക്കുന്നവന്റെ കയ്യിലെ നഷ്ടപ്പെട്ടതിനെ കർത്താവ് കൊടുക്കുകയുള്ളൂ. സുവിശേഷവുമായി നീ ഒന്ന് പുറപ്പെടാമോ? ജീവന്റെ വചനവുമായി നീ ഒന്ന് രംഗത്ത് വരാമോ? ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു, ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാത്ത ചിലതിനെ എന്റെ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഈ 10 ദ്രഹ്മയുടെ ചരിത്രം ഞാൻ വായിച്ച ഒരു ഭാഗത്ത് എനിക്ക് മനസ്സിലായത് 10 കൽപ്പനകളെയാണ് കാണിക്കുന്നതെന്നാണ്. 2, യഹൂദന്മാരുടെ കൾച്ചറിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ കയ്യിൽ വിവാഹത്തിന് നിശ്ചയിക്കപ്പെട്ട പുരുഷൻ ഏൽപ്പിക്കുന്നതാണ് ഈ 10ന്റെ കണക്ക്, 10 ദ്രഹ്മയുടെ കണക്ക്. അപ്പോൾ ഈ ഡേക്സ് ബൈബിളിലും ഇതിനകത്തല്ല ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഒരു യഹൂദ സ്ത്രീയെ ഒരു യഹൂദ പുരുഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് കുടുംബക്കാർ ചേർന്ന് കല്യാണം ഉറപ്പിക്കുമ്പോൾ ആ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട സ്ത്രീയുടെ കയ്യിൽ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് 10 ദ്രഹ്മ നാണയം ഏൽപ്പിക്കും. അത് ഓരോ കൽപ്പനകൾ മോശയ്ക്ക് ദൈവം കൊടുത്ത, ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം കൊടുത്ത ഓരോ കൽപ്പനകളും എണ്ണി പറഞ്ഞാണ് ഈ 10 നാണയം ഏൽപ്പിക്കുന്നത്. വിവാഹത്തിന് വരുമ്പോൾ വിവാഹം നിശ്ചയിച്ച സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വരുമ്പോൾ വിവാഹ നിശ്ചയത്തിന് പുരുഷൻ ഏൽപ്പിച്ച, അവളുടെ മണവാളൻ ഏൽപ്പിച്ച 10 നാണയവും അവൾ തിരിച്ചു കൊടുക്കണം. ആ 10 നാണയത്തിൽ ഒരെണ്ണം കളഞ്ഞാൽ ഏതോ ഒരു കൽപ്പന ലംഘിച്ചിട്ടുണ്ട്. 2 എണ്ണം കൊടുത്തില്ലെങ്കിൽ 2 എണ്ണം, 8 എണ്ണ ഉള്ളെങ്കിൽ 2 കൽപ്പന ലംഘിച്ചിട്ടുണ്ട്. 3 എണ്ണം കുറച്ചിട്ടുണ്ടെങ്കിൽ 3 കൽപ്പന ലംഘിച്ച് അവിടെ വെച്ച് മണവാളൻ അവളോട് പറയും, ഇവൾ കൽപ്പന ലംഘിച്ചിരിക്കുകയാണ്, ഇവളെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിയുകയില്ല. തുറന്നു പറയാനുള്ള മടി കാരണം ദ്രഹ്മയുടെ എണ്ണത്തിൽ കുറവ് വരുത്തും. ഇങ്ങനെ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 1 ദ്രഹ്മ നാണയം കാണാതെ പോയി. മനഃപൂർവ്വമല്ല, മിസ്സായി, കാണാതെ പോയി.
കാണാതെ പോയത് തിരിച്ചു കിട്ടാനും, കാണാതെ പോയത് തിരിച്ചു കിട്ടാതെ, മണവാളൻ ഏൽപ്പിച്ചത് മുഴുവൻ കയ്യിലില്ലാതെ മണവാളന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല. ഒരുവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചു നടന്നിട്ട് ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനാകും എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ സ്വർഗീയ ആസ്വാദനം അനുഭവിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തവർ വീണ്ടും പാപവഴികളിലേക്ക് സഞ്ചരിച്ചാൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കായകയാൽ നിത്യമായ അഗ്നി അവരെ കാത്തിരിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കളഞ്ഞു പോയത് കണ്ടുപിടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കാണാതെ പോയത് തിരിച്ചു പിടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നാമത് വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കുക. കട്ടിലിന്റെ സൈഡിൽ വെച്ചിരിക്കുന്ന, നിന്റെ ഷോക്കേസിൽ വെച്ചിരിക്കുന്ന, എടുക്കാതെ ബാഗിൽ വെച്ചിരിക്കുന്ന വിളക്ക് കത്തിക്കുക. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതകൾക്ക് അത് പ്രകാശവും ആണ്. ഞാൻ ഇങ്ങനെ പറയാം, ഇതൊന്ന് തുറന്നു വായിച്ചാൽ ലൈറ്റ് അടിക്കും. പറഞ്ഞു, ഇതൊന്ന് തുറന്നു വായിച്ചാൽ ലൈറ്റ് അടിക്കും. ചില മേഖലകളിൽ ടോർച്ച് അടിക്കും. ഇതൊന്ന് തുറന്നു വായിച്ചാൽ ചില മേഖലകളിൽ ടോർച്ച് അടിക്കും. അവിടേക്ക് ടോർച്ച് അടിക്കുമ്പോൾ നിനക്ക് ചില അഴുക്ക് കാണാൻ കഴിയും. ഓ താങ്ക് യു ലോർഡ്. അവിടേക്ക് ടോർച്ച് അടിക്കുമ്പോൾ നിനക്ക് ചില അഴുക്ക് കാണാൻ കഴിയും. ആമീൻ. അത് കണ്ടിട്ടും പിന്നെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് കണ്ടിട്ട് പിന്നെ കൈയടിച്ചുകൊണ്ടിരിക്കരുത്. ഇന്ന് രാത്രിയിൽ അടിച്ചു വാരി അഴുക്ക് പുറത്തു കളയാൻ നീ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ടത് ഇന്ന് രാത്രിയിൽ ദൈവം നിന്റെ കയ്യിലേൽപ്പിക്കും. ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പല് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്നു. അത് ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വളരെ പരിചയ സമ്പത്തുള്ള ഒരു ക്യാപ്റ്റൻ ഇവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പോകുന്ന റൂട്ടിലേക്ക് നിങ്ങൾ പോകരുത്. ആ വഴിയിൽ മഞ്ഞുമലകൾ ഉണ്ട്. ആ മഞ്ഞുമലകളിൽ തട്ടി ഈ കപ്പൽ തകരും. ഇവർ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ കപ്പലായ ടൈറ്റാനിക് തകരാനോ? മണ്ടത്തരം പറയാതെ മാറി നിൽക്കും, ഞങ്ങൾക്കറിയാം ഇതെങ്ങോട്ട് കൊണ്ടുപോകണമെന്ന്. ആ ക്യാപ്റ്റൻ ഒരു പേപ്പറിനകത്ത് എഴുതി കൊടുത്തത്ര, അങ്ങനെ ചരിത്രം പറയുന്നത്, എഴുതി കൊടുത്തത്ര, ഇന്ന ഇന്ന സ്ഥലത്ത് മഞ്ഞുമലകളുണ്ട്, ആ റൂട്ടുകൾ നിങ്ങൾ ഒഴിഞ്ഞു പോകണം. ആ എഴുതി കൊടുത്ത പേപ്പർ, ആ എഴുതി കൊടുത്ത വാർത്ത പുല്ലുവില കൽപ്പിച്ച് അഹങ്കാരത്തോടെ യാത്ര ചെയ്ത ടൈറ്റാനിക് കപ്പൽ നടുകടലിൽ തകർന്ന് തരിപ്പണായി. ദൈവം തരുന്ന മെസ്സേജുകൾ, ദൈവം തരുന്ന ആഹ്വാനങ്ങൾ, ദൈവം തരുന്ന സന്ദേശങ്ങൾ ഇന്ന് രാത്രിയിൽ നീ പുല്ലുവില കൽപ്പിച്ചു പോയാൽ ജീവിതത്തിൽ പലതും കാണേണ്ടി വരുമെന്നും കൂടെ ഞാൻ നിന്നെ അറിയിക്കുകയാണ്. പക്ഷേ അനുസരിക്കുവാൻ തയ്യാറുള്ളവനെ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ സകലത്തിലും ഉന്നതമാക്കും എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അനുസരണത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. ഓ കരങ്ങളൊന്ന് അടിച്ച് കർത്താവ്, അനുസരണത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. അനുസരണത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. അനുസരണത്തിൽ ഒരു അനുഗ്രഹമുണ്ട്. വിളക്ക് കത്തിച്ച് അടിച്ചു വാരി, അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. വിളക്ക് കത്തിച്ചാൽ അഴുക്ക് കാണും. അഴുക്ക് ദൈവം കാണിച്ചു തരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ല, അടിച്ചു വാരി അഴുക്ക് പുറത്ത് കളയണം. പുറത്ത് കളയാൻ റെഡിയാണെങ്കിൽ, നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, മണവാളൻ ഏൽപ്പിച്ച ദ്രഹ്മ തിരികെ കിട്ടും. നിനക്ക് നഷ്ടപ്പെട്ട ആത്മീക സന്തോഷം തിരിച്ചു വരും. നിന്റെ പ്രാർത്ഥനാ ജീവിതം തിരിച്ചു വരും. ഓ നിന്റെ ജീവിതത്തിൽ സന്തോഷം മടങ്ങി വരും. നിന്റെ മേൽ പകർന്ന അഭിഷേകം മടങ്ങി വരും. നിന്റെ അന്യഭാഷ തിരിച്ചു വരും. നിന്റെ പ്രവചന ശുശ്രൂഷ തിരിച്ചു വരും. നിനക്ക് നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ തിരിച്ചു വരും. നിന്റെ തലമുറകൾ തിരിച്ചു വരും. നിന്റെ ജീവിതം തിരിച്ചു വരും. നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും.
നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യും.